ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അപ്പം നമുക്കിതിന് ആദ്യം വേണ്ടത് ചിക്കനാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ചിക്കനെല്ലാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൂടി ഇടുക. ചിക്കന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ ഇടുക. കോൺഫ്ലവർ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ കോൺഫ്ലവർ ഇടുന്നത്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാവുന്നതുമാണ്, അല്ലെങ്കിൽ മൈദമാവ് ചേർക്കാവുന്നതുമാണ്. അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് നിങ്ങളത് ചേർക്കാം. കോൺഫ്ലവറോട് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്നുകിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യുക. അതിനുശേഷം വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചിക്കൻ അതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരുപാട് ബ്രൗൺ കളർ ആകാതെ ചിക്കൻ ഒന്ന് വേവ് ആ ഒരു വേവിന് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയേക്കുവാണ്. പിന്നെ ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതും ആവശ്യത്തിന് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ പച്ചമുളക് ഇത്രയും ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കുമാണ് ഇട്ടേക്കുന്നത്. അത് ക്യൂബായിട്ട് അരിഞ്ഞ് വേണം ഇടാൻ. അത് ഒരുപാടിട്ട് ഇളക്കി ഒന്നും ചെയ്യരുത്. ഇടുമ്പോൾ അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തന്നെ അതിലേക്ക് നമ്മൾ ചില്ലി സോസും ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനാവശ്യമായ കുറച്ച് ഉപ്പൂടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഒരുപാട് നേരം ഇതിട്ട് മിക്സ് ചെയ്യരുത്, കാരണം നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് ചില്ലി ചിക്കൻ്റെ ഒരു പാകം. അപ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോൺഫ്ലവറോട് എടുക്കുക. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുക. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുക. ഇതിൻ്റെ ടേസ്റ്റ് കുരുമുളക് പൊടിയിലാണ്. അപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറോട് ഒഴിച്ച് ഒന്ന് സെമി ഗ്രേവി ആക്കുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഗ്രേവി വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ സോസും എല്ലാം ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഗ്രേവി ആക്കാം. അല്ല തീരെ ഡ്രൈ മതി എന്നുള്ളവർക്ക് അതിങ്ങനെ കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ചപ്പാത്തിക്കും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ നല്ലതാണ്, പൊറോട്ടയുടെയൊക്കെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.